ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് വിഷ്ണുവും ബാമയും രോഹിത്തൊക്കെ എത്തുമ്പോ പപ്പി പറയും, ദാ സത്യയുടെ അച്ഛൻ വന്നിരുന്നോ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കണേ. ആര് എന്ന് വിഷ്ണു അങ്ങനെ ഞെട്ടിലോടെ ചോദിക്കും. പപ്പി പറയും, ദാ സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്ക. ശാലിനി കണ്ടിട്ടില്ല ഇവരെ. എന്നാ ഇവരെല്ലാവരും സത്യ ഒരാളുടെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് നോക്കി ഞെട്ടിലോടെ നിൽക്കണേ. ബാമയും രോഹിത്തും വിഷ്ണുവും. രോഹിത്തൊക്കെ, മോളെ സത്യയുടെ അച്ഛനാണോ അത്? പപ്പി പറയും, അതെ അച്ഛാ, മൊമെന്റോ വാങ്ങിച്ചുകൊണ്ടാ പോയത്. വിഷ്ണു ആകെ തകർന്ന് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടാ നിക്കുന്നേ. ആരും ഞെട്ടില് ഇതുവരെ മാറിയിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. ശാരദാമ്മ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കണേ, ടെൻഷനോട് കൂടിയാ നിൽക്കുന്നത്. അല്പസമയം കഴിയുമ്പോ ബുള്ളറ്റില് ശാലിനി സത്യ അങ്ങോട്ട് കൊണ്ടുവരിക. ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി വരും. ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. സത്യ എനിക്ക് ഭയങ്കര സന്തോഷത്തിലാ. ശാരദാമ്മേ, ഒരു സർപ്രൈസ് ഉണ്ട്, ഇപ്പൊ കാണിച്ചു തരാവേ. ആ മൊമെന്റോ കാണിച്ചു കൊടുക്ക. ദാ കണ്ടോ, ഇത് എനിക്ക് കിട്ടിയ മൊമെന്റോയാ. ആ കൊള്ളാലോ. അപ്പൊ സത്യക്കും, അമ്മ വന്നില്ലേ ശാരദാമ്മേ? ശാരദാമ്മ ശാലിനി ഇങ്ങനെ നോക്കും. ഇല്ല മോളെ, ഓഫീസിൽ തിരക്കുണ്ടാവും. സത്യ പറയും, ഷോ അച്ഛൻ പോവാൻ ധൃതി കൂട്ടാണ്. അമ്മ വന്നിരുന്നെങ്കില് അച്ഛനും അമ്മയും ഞാനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കായിരുന്നു. ഇനി ആരെങ്കിലൊക്കെ അച്ഛനില്ലാത്ത കൊച്ചെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ എനിക്കിത് അവർക്ക് കാണിച്ചു കൊടുക്കാലോ. ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ എന്ന്. ശാലിനി പറയും, മോളെ അത് പിന്നൊരു ദിവസമാവാം, ഒരുപാട് വൈകി. ഇനിയും താമസിച്ചാൽ അച്ഛൻ ഓഫീസിലെത്താൻ ലേറ്റ് ആവും. അച്ഛന്റെ പൊന്നു മോളല്ലേ, അച്ഛൻ പോയിട്ട് വരാം. അപ്പൊ ശാരദ പറയും, ശരിയാ, തിരക്കുണ്ടെങ്കിൽ അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ, അച്ഛൻ ഇനിയും വരുമല്ലോ, അപ്പൊ അമ്മയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. സത്യ പറയും, അതല്ല, കുറച്ചു നേരം കൂടെ ഇവിടെ നിക്കച്ചാ, അമ്മ ഇപ്പൊ വരും. എന്തായാലും അച്ഛൻ വന്നതല്ലേ, നമുക്ക് 3 പേർക്കും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കറങ്ങിട്ട് വരാച്ചാ. സത്യങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹങ്ങൾ അതൊക്കെ. അച്ഛൻ വന്നിട്ട് ഓരോന്നായിട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കായിരുന്നു. ശാലിനിക്ക് നല്ല സങ്കടമുണ്ട്. എങ്കിലും അച്ഛനായിട്ട് പറയും, മോളെ കൊണ്ടുപോകണമെന്നും റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും അച്ഛന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും സാധിക്കുന്നില്ലല്ലോ, അച്ഛന്റെ ഈ തിരക്ക് കാരണം. കുറച്ചു ദിവസത്തേക്ക് അച്ഛൻ ലീവ് ചോദിക്കുന്നുണ്ട് കമ്പനിയിൽ നിന്ന്. എന്നിട്ട് ഒരാഴ്ച ഇവിടെ വന്നു നിന്ന് സത്യമോള് പറയുന്നത് പോലെ എല്ലായിടത്തേക്കും പോകും. പാർക്കില്, ബീച്ചില്. അപ്പോഴേക്ക് സത്യം പറയും, വെള്ളച്ചാട്ടം കാണാൻ പോകണം, പിന്നെ സൂലും. അച്ഛൻ പറയും, അതെ, അങ്ങനെ സകലമാന സ്ഥലത്തും കറങ്ങാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോകും. പക്ഷേ അത് അടുത്ത പ്രാവശ്യം കിട്ടുന്ന ഒരു ലോങ് ലീവിലെ പറ്റൂ. ശാരദാമ്മയാണെങ്കിൽ വിഷമിത്തിലാ നിൽക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞിനെ പറ്റിക്കാണല്ലോ. സത്യ ചോദിക്കും, സത്യമാണോ ഈ പറയുന്നതൊക്കെ? ശാലിനി പറയും, ഇപ്പൊ തന്നെ അച്ഛൻ വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ, അതുപോലെ അന്നും വരും. ഇതേ സമയം ബാമയും വിഷ്ണുവും കൂടെ ശാലിനിയുടെ വീട്ടിലേക്കാണ് തോന്നുന്നു പോകുന്നുണ്ട്. ബാമ നല്ല ദേഷ്യത്തിലാ. ഇത്രയും കാലം അവള് ജീവിച്ചത് അവന്റെ കൂടെ ആയിരിക്കും. അവനെ മനസ്സിൽ വെച്ചാ വിഷ്ണുവിനോട് കാണിച്ച സ്നേഹവും പ്രേമവും ആത്മാർത്ഥതയെല്ലാം അവള് വഞ്ചിക്കായിരുന്നു, ചതിക്കായിരുന്നു. ഇതേ സമയം വിഷ്ണു വിചാരിക്കും, ഇവൾക്ക് ഇതെങ്ങനെ എന്നോട് കാണിക്കാൻ തോന്നി. ശാലിനി അറിയാതെ ഒരിക്കലും അവനവിടെ വരില്ല. ബാമ വിചാരിക്കും, ദയവായിട്ടാ അവനെ കൺമുന്നിൽ കാണിച്ചു തന്നത്, ഇല്ലെങ്കിൽ അവളുടെ ചതിക്ക് മുന്നില് എന്റെ മകൻ പെട്ടുപോയനെ. ഇപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിരിക്കുന്നു. വിഷ്ണു വിചാരിക്കും, ഒരുപാട് കള്ളത്തരങ്ങള് അവള് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്ത് ന്യായീകരണം പറഞ്ഞാലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. ബാമ വിചാരിക്കും, സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് അവള് തന്നെ ഒടുവില് ഉത്തരം കാണിച്ചു തന്നിരിക്കുന്നു. അവൾ ഇത്രയും നാൾ പറഞ്ഞതെല്ലാം പച്ചക്കള്ളവാ. യഥാർത്ഥ സത്യങ്ങൾ മറന്നേക്കി ഈശ്വരൻ തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. ഇവനെ കല്യാണം കഴിച്ച് ഡൽഹിയിൽ താമസിച്ചിട്ടാ ഇവിടെ എന്റെ മകനെ കൂടെ കൂട്ടാൻ അവൾ ഓടി നടന്നത്. സത്യ എന്റെ വീട്ടിലെ ചോരയാണെന്ന് വരെ അവള് പറഞ്ഞില്ലേ. വിഷ്ണു വിചാരിക്കും, ശാരദാമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാം. ഇത്രയും ചതിയും വഞ്ചനയൊക്കെ ഇവരുടെ ഉള്ളിലുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇതേ സമയം കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മ സത്യയോട് പറയും, മോളകത്ത് പോയി എന്തെങ്കിലും കഴിക്കുക, അച്ഛന് പോവുകയും ചെയ്യാലോ. സത്യ പറയും, അച്ഛനെ കണ്ട് കൊതി തീർന്നില്ല ശാരദാമ്മേ, നമുക്ക് 1-2 സെൽഫി എടുക്കാം അച്ഛാ. അപ്പോ ശാലിനി പറയും, അതിനെന്താ എടുക്കാലോ, പക്ഷെ സെൽഫി എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ പോകാൻ അനുവദിക്കണം. സത്യ പറയും, നാളെ പോവാ അച്ഛാ, പിന്നെ എനിക്ക് അച്ഛന്റെ അമ്മയുടെയും ഒപ്പം കിടക്കണം, അച്ഛൻ പറയുന്ന കഥകൾ കേൾക്കണം. അങ്ങനെ സത്യമോൾക്ക് ഇറങ്ങണം. ശാലിനിക്ക് അങ്ങ് സങ്കടാവും. എന്റെ പൊന്നു മോളെ, നിന്റെ ഉള്ളില് നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ കാണുമ്പോ ഇടനെച്ച് പൊട്ടുവാ. ഒരച്ഛന്റെ സ്നേഹം ഇത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു മകൾ വേറെ ഉണ്ടാവില്ല. നിന്നെ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടി കവളിപ്പിക്കുന്നതിനെ അമ്മയോട് പൊറുക്കണം മോളെ, അമ്മയുടെ നിവൃത്തിക്കേട് കൊണ്ടാ. സത്യക്കും, എന്താ അച്ഛൻ ആലോചിക്കുന്നത്? അപ്പോഴേക്ക് ശാലിനി പറയും, മോള് ഫോണിങ്ങെത്താ എന്ന് പറഞ്ഞത് വാങ്ങിക്കാ, നമുക്ക് സെൽഫി എടുക്കാം. അങ്ങനെ ശാലിനി ഫോൺ വാങ്ങിച്ച് മോളെ ചേർത്ത് പിടിച്ചൊരു സെൽഫി ഒക്കെ എടുത്ത് കൊടുക്കും. സത്യ അതൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ സത്യ പറയും, നന്നായിട്ടുണ്ട് അച്ഛാ. എങ്കിലേ അച്ഛൻ വാക്ക് വലിച്ചു, ഇനി സത്യമോള് വാക്ക് പാലിക്കണം. സത്യ വീണ്ടും ചോദിക്കും, നാളെ പോയാ പോരെ അച്ഛാ? ശാലിനി പറയും, പറ്റില്ല മോളെ, അച്ഛൻ പറഞ്ഞല്ലോ അടുത്ത ലീവിന് വരുമ്പോ അച്ഛൻ സത്യമോളോടൊപ്പം ഒരാഴ്ച നിൽക്കാം. ആ ഒരാഴ്ചയും നമ്മൾ ചൂറിലായിരിക്കും. അമ്മയും കൂട്ടാം. ശാരദാമ്മയ്ക്കും, ആഹാ, അപ്പൊ എന്നെ കൊണ്ടുപോയില്ലേ? അപ്പൊ പറയും, ശാരദാമ്മയും പോന്നേട്ടെ അച്ഛാ, പാവല്ലേ. ഓക്കെ, ശാരദാമ്മയും കൂട്ടാം, പക്ഷെ ഇപ്പൊ എന്റെ മോളെ നല്ല കുട്ടിയായിട്ട് അകത്തേക്ക് പോ. സത്യ പറയും, അച്ഛൻ പോയിട്ട് ഞാൻ പൊയ്ക്കോളാം.
ശാലിനി പറയും അത് വേണ്ട, മോള് പോ. മോളെ കണ്ടുകൊണ്ട് പോയാൽ അച്ഛന് സങ്കടാവും, അതുകൊണ്ടാ. ചെല്ലേ. അപ്പൊ സത്യ പറയും എങ്കിൽ ശരി, സത്യമോക്ക് അച്ഛനൊരു ഉമ്മതാ. അങ്ങനെ ഉമ്മ കൊടുക്കുമ്പോ സത്യം ഉമ്മ കൊടുക്കും. ശാരദാമ്മയ്ക്ക് വല്ലാതെ സങ്കടാവും. ശാലിനി മനസ്സിൽ വിചാരിക്കും, മോളെ മാപ്പ്, ഈ കുരുന്നു മനസ്സ് ഇങ്ങനെ വേദനിപ്പിച്ചതിന്. ഇങ്ങനെ കരയുന്ന കാണുമ്പോ സത്യയ്ക്കും അച്ഛൻ കരയാണോ? ഇല്ല, അതെന്തോ പൊടി പോയതാ എന്ന് പറഞ്ഞ് കണ്ണു തുടയ്ക്കും. സത്യയ്ക്കും കണ്ണിൽ ഊതി തരണ അച്ഛാ. അച്ഛൻ പറയും വേണ്ട മോളെ, മോള് പൊക്കോ, ഈ കണ്ണുനീരില് തന്നെ അത് പൊയ്ക്കോളും. സത്യ പോകാൻ തുടങ്ങുമ്പോ വീണ്ടും പറയും ഒരാഴ്ച ലീവ് എടുത്ത് വരണേ. ഡെഫിനറ്റ് ആയിട്ട് വരും, ഡൺ. വിളിക്കണം കേട്ടോ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തേക്ക് പോവാ. ഇതേ സമയം ശാരദ പറയും വേഗം ചെല്ലും മോളെ, വേഗം ഡ്രസ്സ് മാറേ, ഇല്ലെങ്കിൽ സത്യയുടെ അച്ഛൻ എത്തിയെന്നറിഞ്ഞ വിവരം കേട്ട് അവരിങ്ങെത്തും. ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുക. ഇതേ സമയം ഭാമയും വിഷ്ണുവും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ശാലിനി പറയും അതൊക്കെ എനിക്കും അറിയാമേ, പക്ഷേ സത്യം മാറാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശാരദ പറയും പിന്നെ സത്യമയും വിഷ്ണുവും വന്നാലേ നീ തർക്കിക്കാനൊന്നും നിൽക്കരുതേ, നടന്ന കാര്യം അങ്ങ് പറഞ്ഞാ മതി. സത്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനൊരു അച്ഛൻ ഭൂമിയിൽ എവിടെയും ഇല്ലെന്ന് വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. ശാലിനി പറയും അമ്മേ, ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അച്ഛൻ വരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക സത്യമോള്. പക്ഷെ ആ മുഖത്ത് നോക്കി ഇനി ഈ വേഷം കെട്ടാൻ എനിക്ക് പറ്റില്ലമ്മേ. ആ കുരുന്ന് മനസ്സിനെ വേദനിപ്പിക്കാൻ ചതിക്കാൻ എനിക്കിനി പറ്റില്ല. ശാരദ പറയും ഡി, നീ ഇപ്പൊ അതും ഇതും പറഞ്ഞ് ആലോചിച്ച് മനസ്സ് വിഷമിക്കാതെ വരുന്നതൊക്കെ വരും പോലെ വരട്ടെ, നീ പോയി വേഷം മാറാൻ നോക്ക് എന്ന് പറയുമ്പോ ശാലിനി അകത്തേക്ക് തന്നെ കയറി പോവാണ്. ശാരദാമ്മ വിചാരിക്കും വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ എത്തും സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ. അതുപോലെ തന്നെ ഇവരങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുടുംബശ്രീ വീട്ടിലെത്താണ് വിഷ്ണുവും ഭാമയും. വിഷ്ണു ദേഷ്യത്തോടു കൂടിയാണ് കാറിന്ന് ഇറങ്ങി വരുന്നത്. ഭാമ കാറിലിരുന്ന് ഇങ്ങനെ നോക്കുക. അങ്ങനെ വിഷ്ണുവിനെ കാണുമ്പോ തന്നെ ശാലിനി ഓടി വരും. വിഷ്ണുട്ടാ. വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരും. ഇനി എന്തിനാ എന്നെ അങ്ങനെ വിളിച്ച് അപമാനിക്കുന്നത്? ശാലിനി അങ്ങ് ഞെട്ടിപ്പോവും. മനസ്സിലായില്ല. വിഷ്ണു പറയും ഞാനിപ്പോ പറയുന്നത് പോലും തനിക്ക് മനസ്സിലാവില്ല അല്ലേ? നേരത്തെ എന്റെ ഒരു നോട്ടം മതിയായിരുന്നു തനിക്ക് എന്നെ മനസ്സിലാക്കാൻ. ഞാൻ എന്തൊക്കെ പറയുന്നറിയാൻ. മനസ്സുകൾ തമ്മിലകലുമ്പോ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യ, പ്രത്യേകിച്ച് ഇഷ്ടമുള്ളവരൊക്കെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ. ശാലിനി പറയും വിഷ്ണുട്ടാ, വിഷ്ണുട്ടൻ എന്തൊക്കെയോ മനസ്സില് എന്ന് പറഞ്ഞിങ്ങനെ തൊട്ട് സംസാരിക്കുമ്പോഴേക്കും വിഷ്ണു തട്ടി മാറ്റും. എടി, അപ്പൊ ഞാൻ സംസാരിക്കുന്നതാണോ കുറ്റം? ഞാൻ കണ്ടതും കേട്ടതൊന്നും സത്യമല്ല, കുറ്റമല്ല അല്ലേ? ഇത് കേട്ടോണ്ട് ശാരദാമ്മ അങ്ങോട്ട് വരിക. മോനെ എന്താ ഉണ്ടായത്? വിഷ്ണുവിനങ്ങ് ദേഷ്യം വരും. ഉണ്ടായതല്ല ഇവിടെ അല്ലേ? സത്യക്ക് ഇപ്പൊ സ്കൂളിൽ വന്നതാരാ അതെനിക്കറിയണം. അതാണോ സത്യയുടെ അച്ഛൻ എന്ന് വെക്കുമ്പോ ശാലിനിക്ക് അങ്ങ് കാര്യം മനസ്സിലാവും. അപ്പൊ അതാണോ കാര്യം? സത്യയുടെ അച്ഛനാണോ കൂടെ കണ്ടതെന്ന് അറിയണം. ആ സംശയത്തിന്റെ പേരില ഈ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അല്ലേ? വിഷ്ണുവരും ശാലിനി, എനിക്ക് എന്നെ മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. ശാലിനി പറയും വിഷ്ണുവേട്ടൻ ഞാൻ അതിനൊന്നും. ശാരദ പറയും മോളെ, നീ എന്തിനീ ആവശ്യമില്ലാത്തൊക്കെ സംസാരിച്ച് സമാധാനം കളയുന്നത്? നടന്നത് എന്താണെന്ന് വെച്ചാൽ വിഷ്ണുവിനോട് തുറന്നു പറയേ, അവനെ അറിയട്ടെ. എന്നാലും അവനും ഇത് അറിയേണ്ടതല്ലേ? ശാലിനി പറയും പരസ്പരം മനസ്സിലാക്കുന്നവരെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കില്ലമ്മേ. അപ്പൊ വിഷ്ണുയ്ക്കും ഇതെന്താ തെറ്റിദ്ധാരണയാണോ, ഇത് തെറ്റിദ്ധാരണയാണോന്ന് എന്നിങ്ങനെ ഉച്ചത്തില് അലറിക്കൊണ്ട് സകല ദേഷ്യത്തിലും ചോദിക്കുമ്പോ ശാലിനി ഇങ്ങനെ ഞെട്ടിപ്പോവും. ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടതല്ലേ, അതാരാണെന്ന് ഞാൻ ചോദിച്ചോളൂ. ശാലിനി പറയും കഷ്ടം, ഇത്രയും നാൾ ഒരേ മനസ്സാണ് ഒരേ ഹൃദയമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു അന്യാണെന്റെ നിഴൽവട്ടം കണ്ടപ്പോ മനസ്സും തകർന്നു, ഹൃദയം തകർന്നല്ലേ? ഞാൻ വിഷ്ണുവേട്ടൻ എന്നെ അപ്പോഴും ഇപ്പോഴും വിളിക്കൂ. കാരണം അന്നും ഇന്നും എന്റെ മനസ്സിലെ വിഷ്ണുവേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കയ്യിലിങ്ങനെ പിടിക്കുമ്പോ നീ കൈയെടുക്ക് എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റിയിട്ട് പറയും നീ കള്ള പറയുന്നത്, കള്ളത്ര പറയുന്നത്. ഇതെല്ലാം കാറിൽ നിന്ന് ഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. വാക്കുകൊണ്ട് ആളെ മാറ്റുക. വിഷ്ണുട്ടാ. വിഷ്ണു പറയും അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതിന് ഉത്തരം നീ തരും, അതോ വന്നവനെ എനിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി നട്ടാ നുണയ്ക്കാത്ത നുണയാണോ നീ പറയാൻ പോകുന്നത്? വിഷ്ണുട്ടാ എന്ന് ശാലിനി അങ്ങ് ദേഷ്യത്തിൽ വിളിക്കും. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നെ വല്ലാതെ മനസ്സിലാക്കി കളഞ്ഞല്ലോ. സന്തോഷമുണ്ട്. ഇനി ഞാൻ വന്നതാരാണെന്ന് അറിയണം അല്ലേ? സത്യയുടെ ഒപ്പം വന്നതാരാണെന്ന് വിഷ്ണുവേട്ടൻ അറിയണം അല്ലേ? വിഷ്ണു പറയും ആ അറിയണം. വിഷ്ണുവേട്ട അത് ഞാൻ എന്ന് പറയുമ്പോഴേക്കും സത്യ വന്നിട്ട് പറയും അമ്മയെ പറഞ്ഞു കൊടുക്ക്, അതെന്റെ അച്ഛനാണെന്ന്. പെട്ടെന്ന് സത്യ വരുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ ശാരദാമ്മയും ശാലിനി അങ്ങ് ഞെട്ടും. സത്യ വീണ്ടും പറയും പറഞ്ഞു കൊടുക്കാമേ, അതെന്റെ അച്ഛനാണെന്ന്. ശാലിനി ഞങ്ങൾക്ക് പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും സത്യ ഓടി വന്നിട്ട് പറയും അതെ ബിഗ് ഫ്രണ്ടേ, അതാണ് എന്റെ അച്ഛൻ. ശാലിനി കണ്ണടച്ച് നിൽക്കുക. വിഷ്ണു ഒന്നുകൂടെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ സത്യ പറയും ഭയങ്കര ജോലി തിരക്കുള്ള ആളാ, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഫോൺ വിളിക്കും, എന്നെയും വിളിക്കും, അമ്മയും വിളിക്കും. വിഷ്ണുവിന് ഇതും കൂടെ കേൾക്കുമ്പോ ആകെ ദേഷ്യം കൂടും. ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങ് സങ്കടവും വരണേ. സത്യക്കും അമ്മയും വിളിക്കില്ല അമ്മേ. ശാലിനിക്ക് മറുപടി പറയാൻ പറ്റാതെ നിക്ക. പറയമ്മേ, അമ്മ വിളിക്കില്ലേ? പറയമ്മേ. വിഷ്ണു ഇങ്ങനെ മറുപടി കേൾക്കാനായിട്ട് നിക്ക. ശാലിനിക്ക് വേറെ നിവൃത്തിയില്ലാതെ സത്യയോട് പറയും ആ. ഇത് കേൾക്കുമ്പോ ഭാമയുടെ ദേഷ്യവും ഇരട്ടിയാവുന്നുണ്ട്. അങ്ങനെ സത്യ പറയും കണ്ടോ ബിഗ് ഫ്രണ്ട്, അമ്മയും വിളിക്കുന്നു. സത്യക്കും അച്ഛൻ പോയോ ശാരദാമ്മേ? ഇല്ലെങ്കിൽ ബിഗ് ഫ്രണ്ടിന് പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു. സത്യ ഈ പറയുന്നൊക്കെ കേട്ട് തകർന്നു നിൽക്കാണ് വിഷ്ണു. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ശാരദാമ്മ പറയും മോളിങ് വന്നേ. ശാരദാമ്മ ഒരു കാര്യം പറയട്ടെ. എന്താന്ന് വെക്കുമ്പോ മോൾക്ക് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് സംസാരിക്കാം. ബിഗ് ഫ്രണ്ടിന് പിന്നെ കാണാട്ടോ.
അടുത്ത തവണ വരുമ്പോ ഞാൻ എന്റെ അച്ഛനെ പരിചയപ്പെടുത്തി തരാട്ടോ. ശാരദാമ്മ അപ്പോഴേക്കും സത്യയെ വിളിച്ചോണ്ട് പോവാണേ. വിഷ്ണു ആകെ തകർന്ന ആകെ മരവിച്ച് നിക്ക. ശാലിനി സത്യ പോയി കഴിഞ്ഞാൽ പറയും, വിഷ്ണുവേട്ടാ ഇതെന്താന്ന് വെച്ചാല് സത്യമോള്. അപ്പോഴേക്ക് വിഷ്ണു പറയും, മിണ്ടരുത് നീ എന്നോട്. എനിക്ക് മനസ്സിലാവുന്നുണ്ടടി, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം ഒന്നാന്തര അഭിനയ. ശാലിനി വീണ്ടും, വിഷ്ണുവേട്ടത് അങ്ങനെയല്ല, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോ വിഷ്ണു അങ്ങ് തട്ടി മാറ്റും. സത്യ പറഞ്ഞല്ലോ അമ്മയും വിളിക്കാറുണ്ടെന്ന്, എങ്ങനെ തോന്നിയടി എന്നോട് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ? ശാലിനി വീണ്ടും പറയും, വിഷ്ണുവേട്ട ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് കൈയൊക്കെ പിടിച്ചു വെച്ച് സംസാരിക്കുമ്പോഴും വിഷ്ണു കൈയങ്ങ് തട്ടി മാറ്റും. അപ്പോഴേക്കും, മോനെ എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുമ്പോ വിഷ്ണു പറയും, എനിക്ക് ഒന്നും അറിയണ്ട, എനിക്ക് അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു. ഈ കാണിക്കുന്നതെല്ലാം നല്ല സ്ത്രീകൾക്ക് ചേർന്നതല്ലെന്ന് മോൾക്ക് പറഞ്ഞു കൊടുത്തേക്ക്. അത് കേൾക്കുമ്പോ ശാരദാമ്മ ഞെട്ടും. വിഷ്ണു. ശാലിനി പറയും, അമ്മേ പറയട്ടെ, മതിയാവോളം പറയട്ടെ. വിഷ്ണുവരും, എന്റെ മര്യാദ കൊണ്ടാടി ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എല്ലാം ഇന്നത്തോടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് കേൾക്കുമ്പോ ശാലിനി അങ്ങ് തകർന്നു പോകും, ഷോക്കായി നിൽക്കുക. അത് പറഞ്ഞ് ദേഷ്യത്തിൽ വിഷ്ണു ഇറങ്ങാൻ നേരം, വിഷ്ണുവേട്ടാ എന്ന് വിളിച്ച് ശാലിനി കൈ പിടിക്കും. വിഷ്ണുവേട്ട സത്യം എന്താണെന്ന് അറിയണം, അതറിയാതെ വിഷ്ണുവേട്ടന് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോ ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ശാലിനി എന്ന് ഉച്ചത്തിൽ വിളിച്ച് ഭാമ കാറിന്ന് ഇറങ്ങി വരിക. ഭാമയെ കാണുമ്പോ ശാലിനി അങ്ങ് ഞെട്ടിപ്പോവും. ഭീഷണിയാണോടി എന്ന് ചോദ്യവും ആ വരവും കാണുമ്പോ ശാലിനി വിഷ്ണുവിന്റെ കയ്യിലെ ആ പിടി അങ്ങ് വിടും. ഭാമ എന്നിട്ടേക്കും, ഡി നീ എന്റെ മകനെ ഭീഷണിപ്പെടുത്താണോന്നാ ഞാൻ ഒന്ന് ചോദിച്ചത്. ദേ ഞാനെല്ലാം കണ്ടു, എല്ലാം കേട്ടു. സത്യയുടെ അച്ഛനാരാണെന്ന് ഞാൻ പലവട്ടം നിന്നോട് ചോദിച്ചു. അപ്പോഴൊന്നും നീ കൃത്യമായൊരു മറുപടി നൽകാതെ സത്യയുടെ അച്ഛന്റെ സ്ഥാനം എന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കായിരുന്നു. എന്തിനായിരുന്നടി ഈ നാടകം? നീ IAS ട്രെയിനിങ്ങിനെന്ന് പറഞ്ഞു പോയത് ഇപ്പൊ അവതരിച്ച പുതിയ ഭർത്താവിന്റെ കൂടെ കറങ്ങാനായിരുന്നല്ലേടി? വിഷ്ണു എല്ലാം കേട്ട് കടിച്ചമർത്തി സങ്കടത്തോടു കൂടി തലതാഴ്ത്തി നിൽക്കാ. ശാലിനി ഇതൊക്കെ കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. ഭാമ പറയും, ഇനി നീ എന്റെ മകന്റെ പിന്നാലെ എങ്ങനെ വന്നാലുണ്ടല്ലോ, ഈ സത്യം ആരാണ് എന്താണെന്നൊക്കെ നീ അറിയും. ദയവായിട്ടാ ഇപ്പോഴത്തെ നിന്റെ ഭർത്താവിനെ ഞങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. ഇല്ലെങ്കിൽ പാവം അവൻ ഇനിയും ചതിക്കപ്പെട്ടേനെ. ശാരദാമ്മ പറയും, എന്റെ സത്യമേ, നിങ്ങൾ സത്യം അറിയാണ്ട് ഈ കിടന്ന് ഒച്ച വെക്കുന്നത്. ഭാമയ്ക്കും, ഇനി എന്തറിയാനാ, അറിഞ്ഞിടത്തോളൊക്കെ മതി. ശാരദാമ്മേ, നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനെയാണല്ലോ, നുണക്കഥകൾ കൊണ്ട് ജീവിതത്തെ ഉണ്ടാക്കിയെടുത്തവർ. എന്ത് മഹാ അപരാധം ചെയ്താലും വാക്കുകൊണ്ട് അത് മഹത്തരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്റെ മകനെ ഇനി ഇങ്ങനെ ഒരു ബന്ധം വേണ്ട, നടക്കട അങ്ങോട്ട് എന്ന് പറയുമ്പോ വിഷ്ണു അവിടെ നിന്ന് നടക്കാൻ തുടങ്ങും. അതില് ശാലിനി, വിഷ്ണുട്ടാ എന്ന് വിളിച്ച് കയ്യിൽ പിടിക്കുമ്പോ വിഷ്ണു ആ കൈ തട്ടി മാറ്റിയിട്ട് സംസാരിക്കേണ്ടെന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും. മതി. ശാലിനി കരഞ്ഞോണ്ട് പറയും, വിഷ്ണുട്ടാ പ്ലീസ് എന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാൻ നിൽക്കാതെ വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ കാറിൽ പോയി കയറും. ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവര്. പ്രമോലുള്ളത് ഭാമ വീട്ടിൽ ചെന്ന് പറയണേ, ഇപ്പൊ സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞ് വന്നതുപോലെ നാളെ പപ്പിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുവടി എന്ന് നോക്കുമ്പോ ശ്യാമ അങ്ങ് ഷോക്കായി പോവും. രോഹിത് ഇങ്ങനെ ഞെട്ടലോടെ നിക്കണേ. ശാലിനിയാണെങ്കില് ശാരദാമ്മയുടെ കൂടെ ഇങ്ങനെ സങ്കടത്തോടു കൂടി കരഞ്ഞോണ്ട് നിക്കണേ. ശാരദാമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഭാഗത്തില് വിഷ്ണു ശ്യാമയുടെക്കും, നമ്മുടെ സത്യയുടെ അച്ഛൻ ആരാടി? ഇപ്പൊ വന്നവൻ സത്യയുടെ അച്ഛനല്ലെങ്കിൽ പിന്നെ അവൻ ആരാ? ആ വന്നവനാ സത്യയുടെ യഥാർത്ഥ അച്ഛൻ, ശ്യാമ അല്ല എന്നിങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ തലയാട്ടി പറയുന്നതൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഭാഗം കഴിയുന്നത്. ഇനി എല്ലാ സത്യങ്ങളും ശ്യാമ പറയുമെന്നറിയില്ല. അപ്പൊ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്